പ്രിയപ്പെട്ട കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖദുഃഖ സമ്മിശ്രമായ ഈ ഒരു ജീവിതത്തിൽ മനുഷ്യ ബന്ധങ്ങൾക്ക് ഇന്ന് ഒരു സ്ഥാനവും നൽകാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് ഈ ജീവിതത്തിനിടയിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പുഷ് പുൾ റിലേഷൻഷിപ്പ് എന്നൊരു ബന്ധത്തെപ്പറ്റി? പുഷ് പുൾ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായിരിക്കുന്നു. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാകട്ടെ, ഫ്രണ്ട്സുകൾ തമ്മിലാകട്ടെ, ലവേഴ്സ് തമ്മിലാകട്ടെ, ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ട് ഒരാളില്ലെങ്കിൽ മറ്റൊരാളില്ലാതെ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ അവരിങ്ങനെ ജീവിച്ചു കൊണ്ടുവരും. അവരിങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ ഒരു ഭയങ്കര റിലേഷൻഷിപ്പിലായിരിക്കും, കരുതലും സ്നേഹവും പരസ്പരം കൊടുത്ത് നല്ലൊരു റിലേഷൻഷിപ്പിലായിരിക്കും. പക്ഷെ പെട്ടെന്നൊരു നാൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഇതിൽ നിന്ന് ഒരു വ്യക്തി പെട്ടെന്ന് മറ്റേ വ്യക്തിയുടെ ഈ ജീവിതത്തിൽ നിന്ന് അവർ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ അവരെ മറ്റേ വ്യക്തിക്ക് ഇവരോട് ഒന്ന് റിലേറ്റ് ചെയ്യാനോ ഒരു തരത്തിൽ റിലേറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചിട്ടായിരിക്കും മറ്റേ വ്യക്തി കടന്നുപോയി കഴിഞ്ഞാൽ അവർ 1-2 മാസം അല്ലെങ്കിൽ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഇദ്ദേഹം തിരിച്ച് വരുമ്പോൾ അതുവരെ കൊടുക്കാത്തൊരു സ്നേഹം, അതുവരെ കൊടുക്കാത്തൊരു കരുതൽ, അതുവരെ കൊടുക്കാത്തൊരു അറ്റൻഷൻ വീണ്ടും ഈ വ്യക്തിക്ക് തരുന്നു. ഈ വ്യക്തി വീണ്ടും ഇദ്ദേഹത്തിലേക്ക് ആകൃഷ്ടനായി പോകുന്നു. കാരണം അവർ അത്തരത്തിലുള്ള ഒരു റിലേഷനിലായിരുന്നു. ഇവർക്ക് ഈ ആദ്യത്തെ വ്യക്തിക്ക് ഇവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നാണ് മറ്റേ വ്യക്തി പടിയിറങ്ങി പോകുന്നത്. ഇവർ വീണ്ടും വരുന്നു, വീണ്ടും ആദ്യത്തെ പോലെ ബന്ധമാകുന്നു. ആദ്യം കൊടുക്കാത്ത അത്ര സ്നേഹവും പരിഗണനയും അറ്റൻഷനും എല്ലാം കൊടുക്കുന്നു. വീണ്ടും അവർ ഗാഢമായ ബന്ധത്തിലാകുന്നു. വീണ്ടും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഈ വ്യക്തി വീണ്ടും അത് തന്നെ ചെയ്യുന്നു. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള എല്ലാ വഴികളും അടച്ചു വെച്ചിട്ട് അവർ വീണ്ടും ഇറങ്ങിപ്പോകുന്ന ഈ സമയത്ത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു കുറവുമില്ല. അവരുടെ എല്ലാ സന്തോഷങ്ങളുമുണ്ട്. അവരുടെ എല്ലാവരെയും അവർ ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള സന്തോഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു കുറവും അനുഭവപ്പെടുന്നില്ല. എന്നാൽ ഇവർ ഉപേക്ഷിച്ച് പോയ വ്യക്തിയുടെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ അവർ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ആകെപ്പാടെ തകർന്നു പോകും. കാരണം എന്തെങ്കിലും ഒന്ന് പറയാൻ ഓടിച്ചെല്ലാൻ ഇദ്ദേഹമില്ല. ഒരു റിലേറ്റ് ചെയ്യാൻ ഒരു വഴിയും ഇവരുടെ മുമ്പിലില്ല. ഇവർ ആകെപ്പാടെ തളർന്നു പോകും. ഇങ്ങനെയുള്ള ബന്ധത്തിനെയാണ് പുഷ് പുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. തീർച്ചയായും ഇതൊരു ടോക്സിക് ബന്ധമാണെന്ന് തന്നെ പറയാം. കാരണം മറ്റേ വ്യക്തി സന്തോഷത്തിൽ, സുഖത്തിൽ, ആഡംബരത്തിലായിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള ഈ വ്യക്തി ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ ആകെ തകർന്നു പോകും. അവരെ പറ്റി ഇദ്ദേഹത്തിന് യാതൊരു ചിന്തയുമില്ല. അപ്പോൾ ഇതാണ് പുഷ് പുൾ റിലേഷൻഷിപ്പ്. ഇത് ശാരീരികമായിട്ടും മാനസികമായിട്ടും മറ്റേ വ്യക്തിയെ തളർത്തി കളയുമ്പോൾ മറുഭാഗത്ത് മറ്റേ വ്യക്തി എല്ലാ തരത്തിലും സന്തോഷം കണ്ടെത്തുന്നു, സന്തോഷിക്കുന്നു. അവരുടെ ജീവിതത്തിന് യാതൊരു കുറവുമില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഈ ഒരു പുഷ് പുൾ റിലേഷൻഷിപ്പിൽ ആയിരിക്കുന്നെങ്കിൽ അതൊരു ടോക്സിക് ബന്ധമാണെന്ന് മനസ്സിലാക്കി നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരാൻ ശ്രമിക്കുക. ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഇത് മനസ്സിലാക്കുമല്ലോ. അങ്ങനെ ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം. ബൈ.